ഖുർആൻ പറഞ്ഞിട്ടുള്ള ഓരോ മേഖലകളും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഖുർആൻ വിലക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പലിശ വാങ്ങരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, അല്ലേ? നിങ്ങൾ സാമ്പത്തികവും ലൈംഗികവുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്, നിങ്ങൾ സൃഷ്ടാവിനെ അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഏതെങ്കിലും ഒരു കാര്യം ഖുർആൻ വിലക്കിയ ഏതെങ്കിലും ഒരു കാര്യം നല്ലതാണ് എന്നുള്ളത് ആർക്കെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും പറയോ പലിശ നല്ലതാണ് എന്നുള്ളത്? ആരെങ്കിലും പറയുമോ വ്യഭിചാരം നല്ലതാണ് എന്നുള്ളത്? അല്ലേ? അതേപോലെ തന്നെ ഖുർആൻ അനുശാസിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്ന് കൽപ്പിച്ച കാര്യങ്ങൾ, നിങ്ങൾ സൃഷ്ടാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, അല്ലേ? സൃഷ്ടാവിന് ജീവിതം അർപ്പിക്കണം, നിങ്ങൾ കളവ് പറയരുത്, നിങ്ങൾ ആളുകൾക്കിടയിൽ നീതി പാലിക്കണം, നിങ്ങൾ മാതാപിതാക്കളോട് നന്മ ചെയ്യണം, നിങ്ങൾ കുടുംബബന്ധം പുലർത്തണം. ഇതെല്ലാം മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ലോകത്ത് ഒരുപാട് ഗ്രന്ഥകാരന്മാർ വന്നു പോയിട്ടുണ്ട്, ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ വന്നു പോയിട്ടുണ്ട്, അല്ലേ? 23 വർഷം കൊണ്ട് നമ്മളിരിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണ് ഒരു പക്ഷേ ടെക്നോളജിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജപ്പാനായി, ഒരു അമേരിക്കയായി 23 കൊല്ലം കൊണ്ട് ഒരു പുസ്തകത്തിന്റെ, ആരെങ്കിലും ഒരു പുസ്തകം എഴുതിയാൽ അല്ലെങ്കിൽ ഒരു പുസ്തകം രൂപപ്പെട്ടു വന്നാൽ ആ പുസ്തകത്തിന്റെ ഇൻഫ്ലുവൻസിൽ 23 വർഷം കൊണ്ട് ഈ നാടൊരു ജപ്പാനായി മാറുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? എന്നാൽ ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും ചരിത്രത്തിലെ ഇരുണ്ടതായ കാലഘട്ടമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടത്തെ ലോകത്തിലെ ഏറ്റവും തെളിച്ചമാർന്ന വിസ്മയിപ്പിക്കുന്ന ഒരു കാലഘട്ടമാക്കി മാറ്റിയത് കേവലം 23 വർഷങ്ങൾ കൊണ്ടാണ്. അതുതന്നെയാണ് വിശുദ്ധ ഖുർആന്റെ ദൈവികതയ്ക്കുള്ള, അതുതന്നെയാണ് വിശുദ്ധ ഖുർആന്റെ സ്ഥലകാല ഭേദങ്ങൾക്ക് അതീതമായിട്ടുള്ള മാർഗദർശനത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്നുള്ളത്. ഒരു നാടിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്തു.